എന്താണെന്ന് നോക്കാം. ദി പിക്ചർ ഷോസ് ദി ഫിഗർ ഫോംഡ് ബൈ ജോയിനിങ് ടു സ്ക്വയേഴ്സ്. ഇവിടെ രണ്ട് സ്ക്വയേഴ്സ് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഫിഗർ ആണ് കൊടുത്തേക്കുന്നത്. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി ബോട്ടം സൈഡ് ഓഫ് ദിസ് ഫിഗർ കറക്റ്റ് ടു എ സെന്റിമീറ്റർ. നമുക്ക് ഈ ഒരു ബോട്ടം ലൈൻ, ഈ ഒരു സൈഡിന്റെ ലെങ്ത് ആണ് വേണ്ടത്. രണ്ട് സ്ക്വയറുകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഫിഗർ ആണിത്. ഇതിന്റെ ഈ ബോട്ടം സൈഡിന്റെ ലെങ്ത് നമുക്ക് വേണം. ഇവിടെ ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 27 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. വലിയ സ്ക്വയറിന്റെ ഏരിയ എന്താണ്? 27 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എന്തായിരിക്കും? √27 ആയിരിക്കും. ചെറിയ സ്ക്വയറിന്റെ ഏരിയ എന്താ? 12 സ്ക്വയർ സെന്റിമീറ്റർ. അങ്ങനെയാണ് ഒരു സൈഡ് എന്തായിരിക്കും? √12 ആയിരിക്കും. ഈ √27നെ എനിക്ക് എങ്ങനെ എഴുതാം? √9 × 3 എന്ന് എഴുതിക്കൂടെ? 9 × 3 എന്താണ്? 27 അല്ലേ? ഈ √9 × 3 എനിക്ക് എങ്ങനെ എഴുതാം? √9 × √3 എന്ന് എഴുതാം. √9 നമുക്കറിയാം 3 ആണ്. 3 × √3, 3√3 സെന്റിമീറ്റർ ആണ് ഈ ഒരു സൈഡ്. അതുപോലെ √12നെ എങ്ങനെ എഴുതാം? √4 × 3 എന്ന് എഴുതിക്കൂടെ? ഈക്വൽ ടു √4 × √3 ആണ്. √4 2 ആണെന്ന് നമുക്കറിയാം. 2 × √3 സെന്റിമീറ്റർ എന്ന് വരും. ഈ സൈഡ് എന്താണെന്നേരം? 2√3 സെന്റിമീറ്റർ ആണ്. ഈ ഒരു ബോട്ടം സൈഡ് മൊത്തം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. 3√3 പ്ലസ് 2√3. ഇത് രണ്ട് √3യുടെ ടീം അല്ലേ? 3√3 പ്ലസ് 2√3 എങ്ങനെ എഴുതാം? 5√3 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇപ്പൊ ഒരെണ്ണം √3യുടെ ടീമും ഒരെണ്ണം √2ന്റെ ടീമും ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആഡ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടും √2ന്റെ ടീം ആണെങ്കിലും ആഡ് ചെയ്യാം, രണ്ടും √3യുടെ ടീം ആണെങ്കിലും ആഡ് ചെയ്യാം. ഈ 5√3 നല്ല കിട്ടിയതിന് √3യുടെ വാല്യൂ ഇട്ട് കൊടുക്കണം. എന്താണ്? 1.732. 5 × 1.732 എന്ത് കിട്ടും? 8.660 സെന്റിമീറ്റർ എന്ന് കിട്ടും ആൻസർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫിഗർ ഷോസ് 2 സ്ക്വയേഴ്സ് വിത്ത് 2 കോർണേഴ്സ് ജോയിന്റ്. ഇവിടെ രണ്ട് സ്ക്വയർ ആണ് കൊടുത്തിട്ടുള്ളത്, രണ്ട് സമചതുരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ്? അതിന്റെ കോർണേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, മൂലകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കോർണർ ആണ്ടേ, ഇതിന്റെ രണ്ടിന്റെ ഡയഗണൽ അല്ലെങ്കിൽ വികരണങ്ങളാണ് ഈ വരച്ചേക്കുന്നത്. ഈ മൊത്തം ഈ ഒരു ചരിഞ്ഞ വരയുടെ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു സ്ലാന്റഡ് ലൈനിന്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കാം. ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഈ സൈഡ് 3 ആണെങ്കിൽ ഈ സൈഡും എന്ത് തന്നെ ആയിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെയും ഇത് 2 ആയതുകൊണ്ട് ഈ സൈഡും എന്ത് തന്നെ ആയിരിക്കും? 2 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിളിന്റെയും ഹൈപ്പർന്യൂസ് കണ്ടുപിടിച്ചാൽ പോരെ നമുക്ക്? ഈ കർണങ്ങൾ കണ്ടുപിടിച്ച് അത് ആഡ് ചെയ്താൽ ഈ ഒരു ചരിഞ്ഞ വരയുടെ മൊത്തം ലെങ്ത് നമുക്ക് കിട്ടില്ലേ? ആദ്യം ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ബേസ് 3 ആണ്, ഓൾട്ടിറ്റ്യൂഡും 3 ആണ്. അങ്ങനെയാണ് ഹൈപ്പർന്യൂസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഹൈപ്പർന്യൂസ് ഈക്വൽ ടു √ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് അല്ലെ? ഈക്വൽ ടു √ ബേസ് എന്താണ്? 3 ആണ്, ഓൾട്ടിറ്റ്യൂഡും 3 ആണ്. 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു √9 പ്ലസ് 9. √9 പ്ലസ് 9 എന്താ? √18 ആണ്. √18 നമുക്ക് എങ്ങനെ എഴുതാം? √9 × 2 എന്ന് എഴുതിക്കൂടെ? √9 × √2 എന്ന് കിട്ടും. √9 എന്താണ്? 3 ആണ്. 3√2 സെന്റിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് √3യുടെയും √2ന്റെ വാല്യൂ അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനെ √2ന്റെയും √3യുടെയും വാല്യൂലോട്ട് എത്തിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതുന്നത്. ഈ സൈഡ് എന്താണ്? 3√2 സെന്റിമീറ്റർ. അതുപോലെ ഈ ഒരു ഹൈപ്പർന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു വികരണം നമുക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ? √ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. √2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആണ്. എന്ത് കിട്ടും? √4 പ്ലസ് 4 √8 എന്ന് കിട്ടും. √8നെ എങ്ങനെ എഴുതാം? √4 × 2 എന്ന് എഴുതിക്കൂടെ? അതായത് √4 × √2 ആണ്. √4 എന്താന്ന് നമുക്കറിയാം, 2 ആണ്. 2√2 സെന്റിമീറ്റർ ആണ് അതിന്റെ ഹൈപ്പർന്യൂസ്. 2√2 സെന്റിമീറ്റർ കിട്ടി. ഇനി ഈ ഒരു സ്ലാന്റഡ് ലൈനിന്റെ മൊത്തം ലെങ്ത് നമുക്ക് വേണം. എന്ത് ചെയ്താൽ മതി? 3√2ഉം 2√2ഉം കൂടെ ആഡ് ചെയ്താൽ മതി. 3√2 പ്ലസ് 2√2 മൊത്തം 5√2 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? √2ന്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. √2ന്റെ വാല്യൂ എന്താ? 1.414 അല്ലേ? 5 × 1.414. ആൻസർ എന്ത് കിട്ടും? 7.070 സെന്റിമീറ്റർ എന്ന് കിട്ടും.
അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ ഇൻ ദി പിക്ചർ ആൻഡ് ഓൾസോ ഇറ്റ്സ് പെരിമീറ്റർ. ഇവിടെ രണ്ട് സ്ക്വയറും ഒരു റൈറ്റ് ട്രയാങ്കിളുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഈ ഒരു മട്ടത്രികോണത്തിന്റെ കർണം എന്താണ്? ഈ വലിയ സ്ക്വയറിന്റെ ഒരു സൈഡാണ്. ബേസ് പാദം എന്ന് പറയുന്നത് എന്താണ്? ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡാണ്. ഈ മൂന്നാമത്തെ സൈഡും നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഒരു മട്ടത്രികോണത്തിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ക്വയറിന്റെ ഏരിയ 50 സ്ക്വയർ സെന്റിമീറ്റർ ആയതുകൊണ്ട് ഒരു സൈഡ് എന്തായിരിക്കും? √50 ആയിരിക്കും. ഈ ഒരു ചെറിയ സ്ക്വയറിന്റെ ഏരിയ 18 സ്ക്വയർ സെന്റിമീറ്റർ ആയതുകൊണ്ട് ഈ ഒരു സൈഡ് എന്തായിരിക്കും? √18 ആയിരിക്കും. ഒരു സൈഡ് √50 സെന്റിമീറ്ററും ഒരു സൈഡ് √18 സെന്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ സൈഡ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഇതെന്താണ്? ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ? ഓൾട്ടിറ്റ്യൂഡ് ഇട്ട എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ഹൈപ്പട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ചെയ്താൽ പോരെ? ഇവിടെ ഹൈപ്പട്ന്യൂസ് എത്ര? √50 ആണ് അല്ലേ? √50യുടെ സ്ക്വയർ മൈനസ് ബേസ് എന്താണ്? √18 ആണ്. √18ന്റെ സ്ക്വയർ. √50യുടെ സ്ക്വയർ എന്താ? 50 ആണ്. √18ന്റെ സ്ക്വയർ എന്താ? 18 ആണ്. 50 18 കുറച്ച് എന്ത് കിട്ടും? 32. മൂന്നാമത്തെ സൈഡ് എന്തുവാ? √32 ആണ്. √32നെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം? √16 × 2 എന്ന് എഴുതിക്കൂടെ? √16 × √2. √16 എത്ര? 4 ആണ്. 4√2 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഈ ഒരു സൈഡ് എന്താണ്? 4√2 സെന്റിമീറ്റർ. അതുപോലെ √50യെ നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതിക്കൂടെ? √50യെ എങ്ങനെ എഴുതാം? √25 × 2 എന്ന് എഴുതാം. √25 × √2. √25 എന്താണ്? 5 ആണ്. ആ ഒരു സൈഡ് നമുക്ക് 5√2 എന്ന് കിട്ടും. 5√2 സെന്റിമീറ്റർ. അതുപോലെ √18 എങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതിയത്? 3√2 സെന്റിമീറ്റർ എന്നല്ലേ? √18 എങ്ങനെ എഴുതുന്നത്? √9 × 2 എന്നല്ലേ? √9 × √2 അന്നേരം 3√2 സെന്റിമീറ്റർ. 3 സൈഡ് നമുക്ക് കിട്ടിയല്ലേ? ഇത് 3√2 സെന്റിമീറ്റർ ആണ്. പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? 4√2 പ്ലസ് 3√2 പ്ലസ് 5√2. എല്ലാ √2ന്റെ ടൈം അല്ലേ? ആഡ് ചെയ്ത് എഴുതിയാൽ പോരെ? 4√2 പ്ലസ് 3√2 പ്ലസ് 5√2 എന്ത് വരും? മൊത്തം 12√2 സെന്റിമീറ്റർ എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? √2ന്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. എന്താണ്? 1.414 ആണ് √2ന്റെ വാല്യൂ. 12 × 1.414 ചെയ്യുമ്പോൾ നമുക്ക് 16.968 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്താണ്? 16.968 സെന്റിമീറ്റർ ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദി പ്രോഡക്റ്റ് ഓഫ് സം ഓഫ് ദി പെയർസ് ഓഫ് ദി നമ്പേഴ്സ് ബിലോ ആർ നാച്ചുറൽ നമ്പേഴ്സ് ഓർ ഫ്രാക്ഷൻസ്. ഫൈൻഡ് ദോസ് പെയർസ്. ഇവിടെ 6 പെയർ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഈ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗുണിക്കുമ്പോൾ ഇത് നാച്ചുറൽ നമ്പറോ ഫ്രാക്ഷനോ കിട്ടുന്ന പെയർസ് ഏതൊക്കെയാണെന്ന് അവർ ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഗുണിക്കുമ്പം ഒരു എണ്ണൽ സംഖ്യയോ ഒരു ഭിന്നസംഖ്യയോ കിട്ടുന്നത് ഏതൊക്കെ പെയേഴ്സിനാണെന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. √3 × √12 നമുക്ക് എങ്ങനെ എഴുതാം? √3 × 12 എന്ന് എഴുതിക്കൂടെ? എന്താണ് 3 × 12? 36. √36 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും അല്ലേ? 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ അല്ലേ? ഇനി 3 × 1.2. √3 × 1.2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? √3.6 എന്നാ കിട്ടുന്നത്. 3.6 അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇതിനെന്തില്ല? സ്ക്വയർ റൂട്ട് ഇല്ല. √3.6 എന്നല്ല എഴുതാൻ പറ്റത്തുള്ളൂ. അതൊരു എണ്ണൽ സംഖ്യയും അല്ല, ഒരു ഭിന്നസംഖ്യയും അല്ല. ഇനി √5 × √8. √5 × 8 എന്ന് എഴുതാമല്ലോ. √40 എന്ന് വരും. 40 എന്തല്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 40ക്ക് എന്തില്ല? റൂട്ട് ഇല്ല. ഇതും എന്തല്ല? ഒരു എണ്ണൽ സംഖ്യയോ ഭിന്നസംഖ്യയോ അല്ല, ഒരു നാച്ചുറൽ നമ്പറും അല്ല, ഒരു ഫ്രാക്ഷനും അല്ല. അടുത്ത നാലാമത്തെ പെയർ നോക്കാം. √0.5 × 8 എന്ത് വരും? √4.0. √4.0 എന്ന് വെച്ചാൽ എന്താണ്? √4 തന്നെയാണ്. √4ന്റെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടില്ലേ? ഇതെന്താണ്? ഒരു എണ്ണൽ സംഖ്യ അല്ല, ഒരു നാച്ചുറൽ നമ്പർ ആണ്. ഇനി 7 1/2 3 1/3
എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? 7 1/2നെ 2 into 7 14, 14 plus 1 by 2 15/2 എന്ന് എഴുതിക്കൂടെ? ഇനി 3 1/3 എങ്ങനെ എഴുതാം? 3 into 3 9, 9 plus 1/3 10/3 എന്ന് എഴുതിക്കൂടെ? 15/2 into 10/3 എന്ന് എഴുതാം. റൂട്ട് ഓഫ് 15/2 into 10/3 എന്ത് വരും? റൂട്ട് ഓഫ് 150/6 എന്ന് വരും. എന്താണ് 150/6? 25 ആണ്. റൂട്ട് 25 എന്ന് കിട്ടും. റൂട്ട് 25 എന്താണ്? 5 ആണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു നാച്ചുറൽ നമ്പർ തന്നെ കിട്ടി. ഇവിടെ റൂട്ട് ഓഫ് 2/5 ഇൻറ്റു റൂട്ട് 1/10 എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2/5 ഇൻറ്റു 1/10 ആണ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/15 കിട്ടും. ഇതിനെ നമുക്ക് റൂട്ട് ഓഫ് 1/25 എന്ന് എഴുതിക്കൂടെ? എങ്ങനെ? രണ്ടും എന്തുണ്ട്? രണ്ടിന്റെ ടേബിളിലുള്ളതാ. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 58 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 കിട്ടും. ഇനി റൂട്ട് ഓഫ് 1/25നെ നമുക്ക് റൂട്ട് 1/√25 എന്ന് എഴുതാം. ഈക്വൽ ടു റൂട്ട് 1 എന്താണ്? 1 ആണ്. റൂട്ട് 25 എന്താണ്? 5 ആണ്. ഇതിന്റെ ആൻസർ നമുക്ക് 1/5 എന്ന് കിട്ടും. ഒരു ഫ്രാക്ഷൻ അല്ലേ കിട്ടിയേക്കുന്നേ? ഒരു ഫ്രാക്ഷനോ നാച്ചുറൽ നമ്പറോ കിട്ടിയത് ഏതൊക്കെ പെയേഴ്സിനാ? 1, 4, 5 and 6.